നമസ്കാരം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് 55ാമത് കേരള സംസ്ഥാന ഫിലിം അവാർഡ് പ്രഖ്യാപിച്ചു. മികച്ച നടൻ മെഗാസ്റ്റാർ മമ്മൂക്ക. കൺഗ്രാജുലേഷൻസ് മമ്മൂക്ക, എൻ്റെ അഭിനന്ദനങ്ങൾ. കൂടെ അവാർഡ് കിട്ടിയ എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. മികച്ച നടനായിട്ട് പ്രത്യേക ജൂറി പരാമർശം കിട്ടിയ ടോവിനോ തോമസ് ആൻഡ് ആസിഫ് അലി, അവർക്കും എൻ്റെ അഭിനന്ദനങ്ങൾ. ടോവിനോ തോമസിൻ്റെയും ആസിഫ് അലിയുടെ ഒരു ഭാഗ്യം നോക്കണം. മെഗാസ്റ്റാർ മമ്മൂക്കയായിട്ടാണ് മത്സരിക്കുന്നത്. അവർക്ക് ജൂറി പ്രത്യേക പരാമർശം കിട്ടുന്നതിനെക്കാട്ടി ഏറ്റവും വലിയ അവാർഡാണ് മമ്മൂക്കയോടൊപ്പം മത്സരിക്കാൻ കിട്ടിയത്. അതാണ് ഏറ്റവും വലിയ അവാർഡ്. കാരണം ഇത്രയും വലിയ നടൻ, ലെജൻഡ്സ്, ഇഷ്ടംപോലെ അവാർഡുകൾ വാരിക്കൂട്ടിയ നടൻ. ഇത്തവണത്തെ ജൂറി നല്ല ജൂറിയാണ്. അർഹതപ്പെട്ടവർക്ക് മാത്രമാണ് അവാർഡ് കൊടുത്തത്. അത് കറക്റ്റായിട്ടുള്ള അവാർഡ് കൊടുപ്പായിരുന്നു. പ്രകാശ് രാജായിരുന്നു ജൂറിയിരുന്നത്. അതായത് മമ്മൂക്കയ്ക്ക് അവാർഡ് കിട്ടുന്നത് കേരളത്തിലുള്ള എല്ലാ മലയാളികൾക്കും അറിയാം. അതായത് ഭ്രമയുഗം എന്ന സിനിമയിൽ, ആ സിനിമയിലെ അഭിനയത്തിനാണ് കൊടുമൽ പോറ്റി, ആ സിനിമയിലെ കഥാപാത്രത്തിനാണ് മമ്മൂക്കയ്ക്ക് കിട്ടിയത്. കാര്യം അത് എല്ലാവർക്കും അറിയാം. ആ സിനിമയിൽ മമ്മൂക്കയുടെ കഥാപാത്രത്തിന് മുകളിൽ ആരും ഈ പറഞ്ഞ നടന്മാരാരും അഭിനയം കാഴ്ചവെച്ചിട്ടില്ല. അപ്പോൾ പിന്നെ ആർക്ക് അവാർഡ് കൊടുക്കും? ഇങ്ങോട്ട് വെക്കാനും പോകുന്നില്ല. ആര് വെക്കാൻ? അപ്പോൾ കൊടുമൽ പോറ്റിയിലെ ക്യാരക്ടർ ചെയ്ത മമ്മൂക്കയ്ക്കാണ് അവാർഡെന്ന് എല്ലാ മലയാളികൾക്കും അറിയാം. ഞാനും എൻ്റെ കഴിഞ്ഞ വീഡിയോ പറഞ്ഞതാണ്. മമ്മൂക്കയ്ക്കല്ല വേറെ ആർക്കും കിട്ടത്തില്ല. അത് കണക്കത്തെ രീതിയിലാണ് പെർഫോമൻസ് ചെയ്തിരിക്കുന്നത് ഭ്രമയുഗം എന്ന സിനിമയിൽ. അപ്പോൾ മമ്മൂക്കയ്ക്കാണ് മികച്ച നടനായിട്ട് കിട്ടിയത്. മമ്മൂക്കയ്ക്ക് എൻ്റെ ഒരിക്കൽ കൂടി അഭിനന്ദനങ്ങൾ. മികച്ച നടനായിട്ട് കേരളത്തിൽ ഏറ്റവും കൂടുതൽ അവാർഡ് മേടിച്ച മമ്മൂക്കാണ് 7 പ്രാവശ്യം സംസ്ഥാന അവാർഡ്. പിന്നെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ നാഷണൽ അവാർഡ് മേടിച്ച മമ്മൂക്കാണ് 3 പ്രാവശ്യം. സിനിമ തന്നെ ഏറ്റവും കൂടുതൽ ഫിലിംഫെയർ അവാർഡ് മേടിച്ച മമ്മൂക്കയാണ് 14 പ്രാവശ്യം. ഇതൊക്കെ ഇനി ആര് പൊട്ടിക്കാന്? ഇന്ത്യ സിനിമ തന്നെ നാഷണൽ അവാർഡ് മേടിച്ച് ഏറ്റവും കൂടുതൽ നാഷണൽ അവാർഡ് മേടിച്ച് 2ാം സ്ഥാനത്ത് മമ്മൂക്ക, 1ാം സ്ഥാനത്ത് അമിതാഭ് ബച്ചൻ, 2ാം സ്ഥാനത്ത് മമ്മൂക്കയും കമലഹാസനും. ഇതൊക്കെ ആര് പൊട്ടിക്കാന്? അറിയാലോ, മമ്മൂക്കയാണ്. അപ്പം ഇതൊക്കെ ഇനി ആർക്കൊന്നും പറ്റത്തില്ല. കാരണം ഏറ്റവും കൂടുതൽ സംസ്ഥാന അവാർഡ് മേടിച്ച വ്യക്തി മമ്മൂക്കയായി, ഏറ്റവും കൂടുതൽ നാഷണൽ അവാർഡ് മേടിച്ച വ്യക്തി മമ്മൂക്കയായി, ഏറ്റവും കൂടുതൽ ഫിലിംഫെയർ അവാർഡ് മേടിച്ച വ്യക്തി മമ്മൂക്കയായി കേരളത്തിൽ നിന്ന്. ഇതൊക്കെ ഇനി ആര് പൊട്ടിക്കാൻ? ഇന്നലെ എനിക്ക് സംസ്ഥാന അവാർഡ് പ്രഖ്യാപിച്ചപ്പോൾ വീഡിയോ ചെയ്യാൻ പറ്റിയില്ല. കാരണം വെച്ചാൽ എനിക്ക് ഷൂട്ടുണ്ടാകും, സീലൻ ഷൂട്ട്, പെയ്തൊഴിയ എന്ന് പറഞ്ഞ സീലൻ ഷൂട്ടുണ്ടാണ്. അതിനകത്ത് പോലീസുകാരായിട്ടാണ്, അതാണ് താടിയൊക്കെ പിടിച്ച് വേറെ ലുക്കായി. അപ്പോൾ അതിനകത്ത് പോലീസുകാരായിട്ടാണ്. ചെറിയൊരു ഡയലോഗുള്ള വേഷമൊക്കെ ആയിരുന്നു, നല്ല സീനൊക്കെ ആയിരുന്നു, ഡയലോഗൊക്കെ ഉണ്ടായിരുന്നു. രാത്രി 10-10 വന്നപ്പം, അതുകൊണ്ട് സംസ്ഥാനത്തിനെ കുറിച്ചുള്ള വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. മമ്മൂക്ക് അവാർഡ് കിട്ടിയതിനെ കുറിച്ച് വീഡിയോ ചെയ്യാൻ പറ്റിയില്ല, അത്ര ഇരുട്ടി വന്നിട്ട്. അതുകൊണ്ട് നേരം എടുക്കാണ്ട് നോക്കിയിരിക്കുകയായിരുന്നു എനിക്ക് വീഡിയോ ചെയ്യാൻ വേണ്ടി, മമ്മൂക്കയെക്കുറിച്ച് വീഡിയോ ചെയ്യാൻ വേണ്ടി. അപ്പം മമ്മൂക്കയെക്കുറിച്ച് ചെയ്തില്ല പിന്നെ ആർക്ക് വേണ്ടി നമ്മൾ ചെയ്യേണ്ടത്? അത്രയ്ക്കും സന്തോഷമാണ്. കാരണം അദ്ദേഹം അതുകൊണ്ട് കഷ്ടപ്പെടുന്നുണ്ട്, അധ്വാനിക്കുന്നുണ്ട്. അതുകൊണ്ട് സിനിമയെ ഭാഷയായിട്ട് കാണുന്നുണ്ട്, സിനിമയിൽ അതുകൊണ്ട് ഡെഡിക്കേഷൻ ചെയ്യുന്നുണ്ട്. ഏറ്റവും കൂടുതൽ വേഷപ്പകർച്ച ചെയ്തു ഇന്ത്യൻ സിനിമ, ഏറ്റവും കൂടുതൽ വേഷപ്പകർച്ച ചെയ്തും ഏറ്റവും കൂടുതൽ വൈവിധ്യമാർന്ന കഥാപാത്രങ്ങൾ ചെയ്ത മമ്മൂക്കയാണ് ഇന്ത്യൻ സിനിമയിൽ. അപ്പോൾ അദ്ദേഹം അതിനെ അറിയിക്കുന്നതാണ് ഓരോ അവാർഡുകളും. അതിനൊക്കെ ഇന്ത്യയിൽ ആരും ചെയ്തിട്ടില്ല. അത്ര വേഷപ്പകർച്ചയുള്ള സിനിമകളോ അത്ര വൈവിധ്യമാർന്ന കഥാപാത്രങ്ങളോ ആരും ചെയ്തിട്ടില്ല. ഇനിയിപ്പോൾ എന്തായാലും ഈ മാസം 27-ാം തീയതി അദ്ദേഹത്തിൻ്റെ കളങ്കാവൽ ഇറങ്ങും. അതും ചിലപ്പോൾ അടുത്ത വർഷത്തെ സംസ്ഥാന അവാർഡ് പട്ടികയിൽ പോകും. മലയാളിയുടെ സ്വത്താണ്, വലിയേട്ടനാണ്. മമ്മൂക്കയെ കവച്ചു വെക്കാൻ ഒരു നടൻ ഇനി വരാനും പോകുന്നില്ല. അതുകൊണ്ടല്ലേ മലയാള സിനിമ 1ാം സ്ഥാനത്തായിട്ട് ഇപ്പോഴും നിൽക്കുന്ന മമ്മൂക്ക. ലെജൻഡ്സ്.